നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റബ്ബർ ന്യൂസ്. രാജ്യാന്തര വിപണിയിൽ റബ്ബറിൻ്റെ വില വീണ്ടും താഴ്ന്നു. ചരക്ക് ലഭ്യത വർദ്ധിച്ചതും ഇറക്കുമതി കൂടിയതുമാണ് ആഭ്യന്തര വിപണിയെ താഴേക്ക് നയിക്കുന്നത്. റബ്ബർ വില അനുസരിച്ച് ഇപ്പോൾ RSS 4 269ഉം RSS 5 265ഉമാണ്. രാജ്യാന്തര വില നോക്കുമ്പോൾ RSS 4 കിലോ 270 രൂപ 79 പൈസയും RSS 5 270 36 പൈസയുമാണ്. കേരളത്തിൽ വേനൽക്കാല അവധിയൊക്കെ കഴിഞ്ഞ് മൺസൂൺ ടാപ്പിംഗ് ആരംഭിച്ചതോടുകൂടി വിപണിയിലേക്ക് വീണ്ടും കൂടുതൽ ചരക്ക് എത്തുന്നുണ്ട്. എന്നാലും പ്രതികൂല കാലാവസ്ഥയും ടാപ്പിംഗ് നടക്കാതെ പോകുന്നുണ്ട്. ടാപ്പിംഗ് നടക്കാത്ത ഒട്ടേറെ തോട്ടങ്ങൾ പോലും ഇപ്പോൾ സജീവമായിട്ടുണ്ട്. റബ്ബർ തോട്ടങ്ങളിൽ പാട്ടത്തിനെടുത്ത് മിക്ക ആൾക്കാരും ടാപ്പിംഗ് നടത്തുന്നവർ കൂടിയതോടുകൂടിയാണ് ചരക്ക് വീണ്ടും വിപണിയിലേക്ക് കാര്യക്ഷമമായി എത്തിയത്. ഞങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ 15 വെട്ടിന് 100 മരത്തിന് ഏകദേശം 3000 രൂപയാണ് പാട്ടത്തിനെടുത്ത് വെട്ടുന്നത്. മറ്റു ചിലരാകട്ടെ 20 വെട്ടിനും 3 വെട്ട് ഫ്രീ ആണ്. കാര്യം കാടെടുക്കുന്നതിനും വളമിടുന്നതിനും ഷെയ്ഡ് ഇടുന്നതിനൊക്കെ 3 വെട്ട് അവർ അധികം എടുക്കും. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് പാട്ടത്തിനെടുക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. റബ്ബർ വിലയിൽ കാര്യമായ വർധനവ് ഉണ്ടായതോടുകൂടി അസംസ്കൃത വസ്തുക്കളുടെയും വില കുത്തനെ കൂടി. തൊഴിലാളികളുടെയും ചാർജ് കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ ടാപ്പ് ചെയ്ത പാലെടുത്ത് നൽകുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ 3 രൂപയും, അതേസമയം പാലെടുത്ത് BPL ഒഴിക്കുന്നതിന് 2.5 രൂപയും മറ്റും വെട്ടിയിടുന്നതിന് 2 രൂപയാണ്. ഇതും പോരാന്നൊക്കെയാണ് പറയുന്നത്. കേരളത്തിലെ റബ്ബർ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ കേന്ദ്ര സംഘം ഉടനെ എത്തും. കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ ഉടനെ റബ്ബർ ബോർഡ് സന്ദർശിക്കുമെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ N. ഹരി അറിയിച്ചിട്ടുണ്ട്. ടയർ നിർമ്മാതാക്കളുമായി സഹകരിച്ച് നടപ്പാക്കുന്ന ഹൈ സ്പീഡ് 1 പദ്ധതിയിൽ നിന്ന് 100 കോടി രൂപ കേരളത്തിൽ ചിലവഴിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. പുകപ്പുര നിർമ്മാണം, റബ്ബർ നടീലിന് സബ്സിഡി, തൊഴിലാളി ക്ഷേമം, റബ്ബർ ഉൽപ്പാദക സംഘങ്ങളുടെ വിവിധ പദ്ധതികൾ എന്നിവയ്ക്ക് ഈ തുക വിനിയോഗിക്കാൻ കഴിയും. റബ്ബർ മേഖലയുടെ സുസ്ഥിര വികസനത്തിനായി 5 വർഷത്തേക്ക് 2157.54 കോടി രൂപ പദ്ധതികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവർ. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ക്ഷേമം ആനുകൂല്യങ്ങളും മറ്റും കൂടുകയും ചെയ്യും. റബ്ബർ കൃഷി വ്യാപിപ്പിക്കാനും ടാപ്പിംഗ് നടക്കാത്ത തോട്ടങ്ങളിൽ ടാപ്പിംഗ് തുടങ്ങാനുള്ള പ്രോത്സാഹന പദ്ധതികളും പരിഗണനയിലുണ്ട്. ടാപ്പിംഗ് തൊഴിലാളികൾക്കുള്ള പദ്ധതികൾക്കും കൂടുതൽ തുക വകയിരുത്തും. ടാപ്പിങ്ങിനിടെ വന്യജീവി ആക്രമണങ്ങൾ പോലുള്ള സംഭവങ്ങളിൽ നഷ്ടപരിഹാര തുക കൂട്ടാനും പരിശ്രമിക്കുമെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ P. ഹരി പറഞ്ഞു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ റബ്ബർ മേഖല ശക്തിയായി ഉണരും. കാര്യം ആധുനിക തലമുറ ഇപ്പോൾ റബ്ബർ ടാപ്പിംഗ് കൂടുതലായി പഠിക്കുന്നില്ല. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി.